സോ ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് മറ്റൊരു എഡ്യൂക്കേഷണൽ ചാപ്റ്ററാണ്. ആൻഡ് ഇവിടെ നമ്മൾ ആദ്യം പഠിക്കാനായിട്ട് പോകുന്നത് എന്താണ് എഡ്യൂക്കേഷൻ എന്നാണ്. സോ വാട്ട് ഇസ് മെൻ ബൈ എഡ്യൂക്കേഷൻ? ഒരു കുഞ്ഞിൽ അവൻ്റെ മൈൻഡ്, ബോഡി, സ്പിരിറ്റ് ഇതെല്ലാം കൂടി ഒന്ന് സെറ്റാക്കി എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. സോ എഡ്യൂക്കേഷൻ ഇസ് എ നാച്ചുറൽ, ഹാർമോണിയസ്, പ്രോഗ്രസീവ് ഡെവലപ്മെൻറ്റ് ഓഫ് മാൻസ് ഇനേറ്റ് പവർ. അപ്പോൾ എന്തൊക്കെ പറയണം? പ്രോഗ്രസ് ചെയ്യുന്ന ഡെവലപ്മെൻ്റ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ, ഹാർമോണിയസ് ആൻഡ് പ്രോഗ്രസീവ് ഡെവലപ്മെൻറ്റ്. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് ഫ്രം ഹ്യൂമൻ ബീങ് ടു ബീങ് ഹ്യൂമൻ. ഓക്കെ, സോ എഡ്യൂക്കേഷൻ ഒരു വ്യക്തിയെ നല്ല ഒരു ഹ്യൂമൻ ആക്കാനായിട്ട് എനേബിൾ ചെയ്യുന്നുണ്ട്. അതെന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റീസ് ഉണ്ടാകുകയും എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് പ്രോപ്പറായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാനും ഉള്ള ഒരു കഴിവുണ്ടാക്കുന്നുണ്ട്. രണ്ടാമത്തെയാണ് യൂട്ടിലിറ്റേറിയൻ എയിം. ഇറ്റ് ഈസ് കൺസേൺ വിത്ത് പ്രൊവൈഡിങ് നോളേജ്. നമുക്ക് അറിവ് പകർന്നു തരുന്നതാണ് യൂട്ടിലിറ്റേറിയൻ എയിം കൊണ്ട്. മീൻസ് എഡ്യൂക്കേഷൻ നമുക്ക് അറിവ് പകർന്നു തരുന്നതാണ്. ആൻഡ് മൂന്നാമത്തത് സോഷ്യൽ എയിമാണ്. ഓരോ ഇൻഡിവിജ്വലും നമ്മുടെ സൊസൈറ്റിയിലെ ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള മെമ്പറായിട്ട് കൺസിഡർ ചെയ്യുന്നു. അതായത് നമ്മളെല്ലാവരും നമ്മുടെ സൊസൈറ്റിയിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നഴ്സുമാരായതുകൊണ്ട് നമ്മൾ ആ ഒരു സേവനത്തിനാണ് നമ്മുടെ എഡ്യൂക്കേഷൻ കൊണ്ട് യൂസ് ഉണ്ടാക്കുന്നത്. നാലാമത്തെയാണ് വൊക്കേഷണൽ എയിം. എഡ്യൂക്കേഷൻ ഷുഡ് പ്രൊവൈഡ് ദി ഇൻഡിവിജ്വൽ ടു ഏൺ ഹിസ് ഓർ ഹെർ ഓൺ ലൈവ്ലിഹുഡ്. ഞാൻ ഇപ്പോൾ ഒരു നേഴ്സ് ആയതുകൊണ്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോയി ജോലി ചെയ്യുകയും അവിടെ നിന്നുള്ള വരുമാനം കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനും എൻ്റെ ദൈനംദിനമായിട്ടുള്ള ജീവിത ശൈലികൾ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. ക്യാരക്ടർ ഡെവലപ്മെൻറ്റിനെ സ്ട്രോങ് ആവും. പിന്നെ പ്യൂരിറ്റിയും ജസ്റ്റിസും വരുന്നുണ്ട്. ദെൻ എഡ്യൂക്കേഷൻ ഫോർ ലെഷർ. നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഒരു എൻജോയ്മെൻറ്റ് ആ ഒരു രീതിയിൽ എടുക്കാം. അടുത്തയാണ് സെൽഫ് റിയലൈസേഷൻ. നമുക്ക് നമ്മുടെ കഴിവെന്താണെന്ന് റിയലൈസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. മെൻ്റൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെൻറ്റ്. എഡ്യൂക്കേഷൻ ഷുഡ് ട്രെയിൻ ദ ചൈൽഡ് ബൈ ഗിവിങ് അഡ്വക്കേറ്റ് ഓപ്പർച്യൂണിറ്റി. നമ്മുടെ എഡ്യൂക്കേഷൻ നമ്മുടെ ചിൽഡ്രൻസിന് അഡിക്വേറ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫിസിക്കൽ ലിറ്ററസി, മോറൽ ഡെവലപ്മെൻറ്റ്, ദെൻ ഓണസ്റ്റി, ട്രസ്റ്റ്ഫുൾനെസ്, ജസ്റ്റിസ്, ഗുഡ്നെസ്, പ്യൂരിറ്റി ആൻഡ് കറേജ്. ഇനി എന്താണ് ഈ എഡ്യൂക്കേഷൻ്റെ പ്രിൻസിപ്പിൾസ് എന്ന് നോക്കാം. എഡ്യൂക്കേഷൻ എപ്പോഴും ഗോൾ ഓറിയൻറ്റഡ് ആണ്. പിന്നെ എഡ്യൂക്കേഷൻ അത് എല്ലാ ഏജുകാർക്കും പഠിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇറ്റ്സ് എൻ ആർട്ട് ആൻഡ് സയൻസ്. പിന്നെ എഡ്യൂക്കേഷൻ ഭയങ്കര ഫ്ലെക്സിബിളാണ്. ആൻഡ് ഈ പറയുന്ന ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ് ആണ്. ഒരിക്കലും നമ്മൾ പഠിച്ച് തീരത്തില്ല. ആൻഡ് കുറേ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഉണ്ട്. സോഷ്യലായിട്ടുള്ള പ്രോസസ്സാണ്. നമ്മൾ ആളുകളുമായിട്ട് സോഷ്യലൈസ് ചെയ്യുന്നുണ്ട്. ആൻഡ് എഡ്യൂക്കേഷൻ ഒരു യൂണിവേഴ്സലാണ്. എല്ലായിടത്തും എഡ്യൂക്കേഷൻ ഉണ്ട്. എല്ലാ ഏജ് ഗ്രൂപ്പുകാരും പഠിക്കുന്നുണ്ട്. പിന്നെ എഡ്യൂക്കേഷൻ യൂണിവേഴ്സലാണ്. എല്ലാ ഗ്രൂപ്പുകാരും ചെയ്യുന്നുണ്ട്. ഒരു സോഷ്യലായിട്ടുള്ള ആക്ടിവിറ്റിയാണ്. ദെൻ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഭയങ്കര ഫ്ലെക്സിബിളാണ്. ഒരിക്കലും അത് തീരുന്നില്ല. അതൊരു സയൻസ് ആൻഡ് ആർട്ടാണ്. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ഒരു പേർപ്പസ്ഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. എന്തിനാണ് പഠിക്കുന്നത്? നമ്മൾ കാര്യങ്ങൾ അറിയാനും നമ്മുടെ ഒരു നഴ്സിംഗ് നമ്മൾ ചെയ്യുന്ന ജോലിയിൽ കുറച്ചുകൂടി എക്സൽ ചെയ്യാനും കൂടിയാണ്. ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ് ബേസ്ഡ് അപ്പോൺ ഒബ്ജക്റ്റീവ്സ്, ഇൻഫ്ലുവൻസ്ഡ് ബൈ സൊസൈറ്റി ആൻഡ് സോഷ്യൽ ചേഞ്ച് ആൻഡ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്. ഇനി ടൈപ്സ് ഓഫ് എഡ്യൂക്കേഷൻ നോക്കാം. ഫോമൽ ഉണ്ട്, ഇൻഫോർമൽ ഉണ്ട്, നോൺ ഫോമൽ ഉണ്ട്. ഫോമൽ എഡ്യൂക്കേഷൻ കുറേ റൂൾസും കസ്റ്റംസും പ്രൊസീജിയേഴ്സും ഒക്കെ ഉണ്ട്. ആൻഡ് ഇൻവോൾവ് ഡയറക്റ്റ് ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ. നേരത്തെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് കൃത്യം ഇപ്പം തന്നെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ നേരത്തെ അല്ലെങ്കിൽ നമ്മൾ കോളേജിലും സ്കൂളിലും എല്ലാം മാഡംസ് നമ്മളെ പഠിപ്പിക്കുന്ന നേരത്ത് കൃത്യമായിട്ട് അവർ പ്ലാൻ ചെയ്തു തന്നല്ലേ പഠിപ്പിക്കുന്നത്. കൃത്യമായിട്ടുള്ള കറിക്കുലം ഉണ്ട് ആൻഡ് വെരി സിസ്റ്റമിക് ഇൻ നേച്ചർ. ഇൻഫോർമൽ എഡ്യൂക്കേഷനകത്ത് പ്രത്യേകിച്ച് സിസ്റ്റമിക് ആയിട്ടുള്ള പ്ലാൻ ഒന്നുമില്ല. പ്രത്യേകിച്ച് നോ ഫോമൽ ഏജൻസീസ് ലൈക്ക് സ്കൂളോ കോളേജോ ഒന്നും ഇൻവോൾവ് ചെയ്യുന്നത്. നമ്മൾ പ്രകൃതിയിൽ പോയി പഠിക്കുന്നുണ്ട്. അങ്ങനെ നോൺ ഫോമൽ എഡ്യൂക്കേഷൻ ഫോമൽ പോലെയോ ഇൻഫോമൽ പോലെയോ അല്ല. ഇതിൻ്റെ ഒരു അതിൻ്റെ ഇടയ്ക്ക് നിൽക്കണയാണ്. ഇവിടെ ഫ്ലെക്സിബിളാണ്, ഭയങ്കര ഫ്ലെക്സിബിളാണ്. മീൻസ് ഓവറായിട്ടുള്ള റൂൾസും റെഗുലേഷൻസും ഒന്നും തന്നെ ഇല്ല. അതേസമയം കുറച്ച് കാര്യങ്ങളൊക്കെ ഫിക്സഡ് ആണ്. ആൻഡ് സിസ്റ്റമിക് പ്ലാൻ ആൻഡ് ഓർഗനൈസ്ഡ് ആൻഡ് ഇംപ്ലിമെൻറ്റ്. സിസ്റ്റമിക്കലി പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരുപാട് സ്ട്രിക്ട്നെസ് ഒന്നും ഇല്ല. അടുത്തയാണ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ. നഴ്സിംഗ് ഒരു പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു കോൺഷ്യസ്ലി കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുള്ള placed and implemented through instructions, harmonious development of physical,
intellectual, social and emotional, spiritual and aesthetic power and ability of the student in order to render professional nursing care to the people of the all age group. അതായത് നഴ്സിംഗ് എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എന്തിനാണ് പഠിക്കുന്നത്, നമ്മളെ കുറച്ചും കൂടി ഒന്ന് കോൺഫിഡൻ്റ് ആവുകയും ഒരു കൃത്യമായിട്ടുള്ള സ്ട്രക്ചറുള്ള കറിക്കുലമാണ് നമുക്കുള്ളത്. ഇത് പേഷ്യൻസിനെ ആണെങ്കിലും നമ്മളെ ആണെങ്കിലും ഫിസിക്കലി ആയിക്കോട്ടെ, മെൻ്റലി ആയിക്കോട്ടെ, സോഷ്യൽ ആയിക്കോട്ടെ കുറച്ചും കൂടി ഒന്ന് ഉയർത്താനും ആൻഡ് പ്രോപ്പറായിട്ടുള്ള നഴ്സിംഗ് കെയർ റെൻഡർ ചെയ്യാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി എയിംസ് ഓഫ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ, ഒന്നാമത്തത് ഹാർമോണിയസ് ആയിട്ടുള്ള ഡെവലപ്മെൻ്റ് ആണ്. ഫിസിക്കലി, ഇൻ്റലക്ച്വലി, സോഷ്യലി, ഇമോഷണലി, സ്പിരിച്വലി, പിന്നെ എസ്തെറ്റിക് പവേഴ്സ് ആൻഡ് എബിലിറ്റി ഓഫ് ദ സ്റ്റുഡൻസ്. രണ്ടാമത്തെയാണ് നോളേജ് ആൻഡ് സ്കിൽ എയിം. അപ്പം ഹാർമോണിയസ് ഡെവലപ്മെൻറ്റ് ഫിസിക്കലി, മെൻ്റലി, സോഷ്യലി, ഇമോഷണലി എല്ലാ തലത്തിലും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് മീൻസ് സ്റ്റുഡൻസിന് നമ്മൾ സത്യം പറഞ്ഞാൽ നേഴ്സാണ്, സ്റ്റുഡൻ്റാണ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ. ഇനി നോളേജ് ആൻഡ് സ്കില്ല്, നമുക്ക് നോളേജ് കുറേയും കൂടി അറിവുകൾ കിട്ടുന്നുണ്ട്, സ്കില്ല് പരമായി നമുക്ക് ചെയ്യാനായിട്ട് ഈ നഴ്സിംഗ് എഡ്യൂക്കേഷൻ കൊണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെയാണ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്. ഇറ്റ് ഹെൽപ്സ് ടു റെൻഡർ നഴ്സിംഗ് കെയർ, നമുക്ക് നഴ്സിംഗ് കെയർ കൊടുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. നാലാമത്തെയാണ് ലീഡർഷിപ്പ് എയിം. അപ്പം ഇപ്പോഴൊക്കെ ചില സമയങ്ങളിലൊന്നും പിള്ളേർ അങ്ങനെ മുന്നോട്ട് കയറിയൊന്നും വരത്തില്ല. പക്ഷേ ഇപ്പം കൂടുതൽ സ്റ്റുഡൻസിനെ നഴ്ച്ചർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. ദെൻ പ്രൊമോട്ടിംഗ് റിസർച്ച്, ഇപ്പം വീണ്ടും ഒരു കാര്യത്തിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനൊക്കെ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് നഴ്സിംഗ് റിസർച്ച് തരുന്നുണ്ട്. ആൻഡ് റിസർച്ച് ഇസ് വ്യൂഡ് എസ് എ പാർട്ട് ഓഫ് പ്രൊഫഷണൽ ലൈഫ് ദെൻ ടൂൾ ഫോർ അക്വയറിംഗ് ഹയർ എഡ്യൂക്കേഷൻ. നമുക്ക് കുറച്ചും കൂടി ഹയർ എഡ്യൂക്കേഷൻ അറിവൊക്കെ കിട്ടുന്നുണ്ട്. സോഷ്യൽ എയിം, നമ്മുടെ സൊസൈറ്റിയിൽ ഈ പറയുന്ന സ്റ്റുഡൻസ് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള മെമ്പേഴ്സായി ആക്കാൻ നഴ്സിംഗ് എഡ്യൂക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നത്. ബേസിക്കലി നമ്മൾ നോളേജബിൾ ആയിരിക്കണം, നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നല്ല സ്കിൽഫുൾ ആവുന്നുണ്ട്. ദെൻ പിന്നെ ഹാർമോണിയസ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്, സോഷ്യൽ എയിം, പിന്നെ നമ്മൾ മറ്റേതിലോട്ട് പോകുന്നത് പ്രത്യേകിച്ച് ചിലപ്പോൾ കൺഫ്യൂഷനാക്കും. എഡ്യൂക്കേഷനകത്താണ് സോഷ്യൽ എയിം, വൊക്കേഷണൽ. ഇത് നഴ്സിംഗ് എഡ്യൂക്കേഷൻ, അത് എഡ്യൂക്കേഷൻ, നഴ്സിംഗ് എഡ്യൂക്കേഷൻ. ഹാർമോണിയസ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്, നോളേജ് ആൻഡ് സ്കില്ല്. മൂന്നാമത്തെ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്. നാലാമത്തത് ലീഡർഷിപ്പ് എയിം. അഞ്ചാമത്തത് പ്രൊമോട്ടിംഗ് റിസർച്ച്. ആറാമത്തത് സോഷ്യൽ എയിം. ഏഴാമത്തത് സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ടീച്ചിങ് ലേണിംഗ്. അത് സെൻറ്റർ ഓഫ് ഓൾ ദ ആക്ടിവിറ്റീസ് ഇൻ ദ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ദെൻ അടുത്തയാണ് എഡ്യൂക്കേഷണൽ ടെക്നോളജി. എഡ്യൂക്കേഷണൽ ടെക്നോളജി എന്ന് വെച്ചാൽ ഇറ്റ്സ് എൻ ആപ്ലിക്കേഷൻ ഓഫ് ദ സയൻറ്റിഫിക് പ്രോസസ് ഓഫ് മാൻസ് ലേണിംഗ് കണ്ടീഷൻ സെഡ് ബൈ റോബർട്ട് എ കോക്സ്. ഇതിൻ്റെ മെയിനായിട്ടുള്ള എയിം എന്ന് പറയുന്നത് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനാണ്. നമ്മുടെ എഡ്യൂക്കേഷനെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ഇമ്പ്രൂവ് സ്റ്റുഡൻറ്റ് ലേണിംഗ് ഔട്ട്കം, സ്റ്റുഡൻസിൻ്റെ ലേണിംഗ് ഔട്ട്കം ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ യൂട്ടിലൈസ് സ്ട്രാറ്റജീസ്, ഹ്യൂമൻ റിസോഴ്സസും മെറ്റീരിയൽസും നമുക്കൊരു പ്രീ ഡിറ്റർമൈൻഡ് സ്കിൽ അച്ചീവ് ചെയ്യാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഓർഗനൈസ്ഡ് ലേണിംഗ് ടെക്നിക്ക്, മോഡേൺ ബേസിൽ ഈ ലേണിംഗ് ടെക്നോളജീസൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. പേരിൽ നിന്ന് അങ്ങ് എഴുതാവുന്നതേ ഉള്ളൂ കുറേയൊക്കെ. പിന്നെ ഡിസൈറബിൾ മോഡിഫിക്കേഷൻസ്, ടീച്ചേഴ്സിൻ്റെയും സ്റ്റുഡൻസിൻ്റെയും എല്ലാവരുടെയും ബിഹേവിയർ നമുക്ക് മോഡിഫൈ ചെയ്യാം. റിസൾട്ട് അസിസ്റ്റ് ടീച്ചേഴ്സ് ഇൻ ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് ഇൻ ഓർഡർ ടു ഒബ്റ്റെയിൻ ബെറ്റർ റിസൾട്ട്. ടീച്ചേഴ്സിന് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. തൽക്കാലത്തേക്ക് നമുക്ക് ഒരു ടോപ്പിക്കും കൂടി പഠിക്കാം. അത് കഴിഞ്ഞിട്ട് വിൽ വൈൻഡ് അപ്പ്. എന്താണ് അപ്രോച്ചസ് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി നോക്കാം. ഒന്നാമത്തെയാണ് ഹാർഡ്വെയർ അപ്രോച്ച്, രണ്ടാമത്തെയാണ് സോഫ്റ്റ്വെയർ അപ്രോച്ച്, മൂന്നാമത്തെയാണ് സിസ്റ്റം. ഹാർഡ്വെയർ അപ്രോച്ച് റിലേറ്റീവ് ടെക്നോളജി ബേസ്ഡ് ഇൻ ദ ഫിസിക്കലായിട്ടുള്ള സയൻസും എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പിൾസ് എല്ലാം ഉപയോഗിക്കുന്നത്. ഇവിടെ ടേപ്പ് റെക്കോർഡേഴ്സ്, റേഡിയോ പ്രൊജക്ടേഴ്സ് എല്ലാം. ഇറ്റ് എംബസൈസസ് ദ പ്രോസസ് ഓഫ് ടീച്ചിങ് ഈസി. കുറച്ചും കൂടി ടീച്ചേഴ്സിന് സ്റ്റുഡൻസിനെ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് ഈ സോഫ്റ്റ്വെയർസൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഹാർഡ്വെയർസായിട്ട് നമുക്ക് ഹാർഡ് കോപ്പി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ബുക്കുകൾ, ന്യൂസ് പേപ്പേഴ്സ്, മാഗസിൻസ് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് ആളുടെ
സ്വഭാവത്തിലെല്ലാം ബിഹേവിയറൽ ചേഞ്ചസ് കൊണ്ടുവരാൻ സാധിക്കും. അടുത്തയാണ് സിസ്റ്റം അപ്രോച്ച്. സിസ്റ്റം കെയിം ഫ്രം ദ ലാറ്റിൻ വേർഡ് വിച്ച് ലിങ്ക് ബിറ്റ്വീൻ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. ഇവിടെ 3 പാരാമീറ്റേഴ്സ് ആണുള്ളത്: ഇൻപുട്ട്, പ്രോസസ്സിങ്, ഔട്ട്പുട്ട്. ഇൻപുട്ട് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളിലോട്ട് ഇൻഫോർമേഷൻ തരികയാണ്, അതാണ് ഇൻപുട്ട്. ടു പുട്ട് ഇൻ ടു ദ സിസ്റ്റം ദ സ്റ്റുഡൻറ്റ് ടീച്ചിങ് കറിക്കുലം. ഇതിനെ നമ്മൾ മാനേജ്മെൻറ്റ് ടെക്നോളജി എന്നും കൂടിയാണ് വിളിക്കുന്നത്. ഞാൻ ഉള്ള എല്ലാ ഇൻഫോർമേഷൻസും നിങ്ങൾക്ക് തരുന്നുണ്ട്, ആ തരിക, പുട്ട് ഇൻ ടു, ദാറ്റ്സ് കോൾഡ് ഇൻപുട്ട്. സിസ്റ്റം ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള സിസ്റ്റമാണ്. ആൻഡ് പ്രോസസ്സ് എന്ന് പറയുന്നത് റെഫേഴ്സ് ടു വാട്ട് ഗോസ് ഇൻ ടു ദ സിസ്റ്റം. സിസ്റ്റത്തിലോട്ട് എന്താണ് പോകുന്നത്, വാട്ട് ഗോസ് ഇൻ ടു ദ സിസ്റ്റം, goes or into the system. Teaching method, resource materials, learning activities ഒക്കെ ആണെങ്കിൽ ഔട്ട്പുട്ട് റെഫേഴ്സ് ടു വാട്ട് ഹാസ് ടു ബി ലേൺഡ്, എന്താണോ പഠിക്കേണ്ടത് അതാണ്. The outcome of the class is the result of the interaction between the teacher and the student. കൂടാതെ തന്നെ മെറ്റീരിയൽ ആൻഡ് ദ actions imposed by the teaching methods. ഒന്നുമില്ല, ഇൻപുട്ട്, പ്രോസസ്സ്, ഔട്ട്പുട്ട്. ഇൻപുട്ട് എന്ന് പറയുന്നത് ഞാൻ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് തരുന്നുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ടീച്ചിങ് മെത്തേഡ്സ് അതെല്ലാമാണ് പ്രോസസ്സ് ചെയ്യുന്നത്. ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് ഫീഡ്ബാക്ക് തരുന്നതാണ്, കുട്ടികൾ ലേൺ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കുന്നത്. സോ ബേസിക്കലി എന്താണ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു, എന്താണ് അതിൻ്റെ എയിം എന്ന് പറഞ്ഞു. സോഷ്യൽ എയിമുണ്ട്, യൂട്ടിലിറ്റേറിയൻ എയിമുണ്ട്, വൊക്കേഷണൽ എയിം ഉണ്ടെന്നൊക്കെയില്ല. ദെൻ പ്രിൻസിപ്പിൾസ് ഡിസ്കസ് ചെയ്തു. ദെൻ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്. ദെൻ ടൈപ്സ് ഓഫ് എഡ്യൂക്കേഷൻ, ഫോർമൽ എഡ്യൂക്കേഷൻ, ഇൻഫോർമൽ എഡ്യൂക്കേഷൻ, നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ പറഞ്ഞു. ഇനി എന്താണ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ എന്ന് ഡിസ്കസ് ചെയ്തു. അതിൻ്റെ എയിം ഓഫ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ, ഹാർമോണിയസ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് എന്നൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു. പിന്നെ എഡ്യൂക്കേഷണൽ ടെക്നോളജി, അതിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ എയിം എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ടൈപ്പ് മീൻസ് അപ്രോച്ചസ് എന്തൊക്കെയാണ്, ഈവൻ്റെ പ്രോസസ്സ്. അപ്പോൾ അപ്രോച്ചിനകത്ത് വരുന്നതാണ് ഹാർഡ്വെയർ അപ്രോച്ച്, സോഫ്റ്റ്വെയർ അപ്രോച്ച്, സിസ്റ്റമിൻ്റെ അപ്രോച്ച്. പിന്നെ ഇതിനകത്ത് 3 പാരാമീറ്റേഴ്സ് വരുന്നത്, അതാണ് ഇൻപുട്ട്, പ്രോസസ്സിങ്, ഔട്ട്പുട്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചത്. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ.